7-ാം തീയതി വെള്ളിയാഴ്ച. ഞാൻ പറയാം ഒന്ന് പറ്റുമോ ഇല്ലയോ എന്ന്. ഉദയം 6:19, അസ്തമയം 6:44 PM. നാളെ കാർത്തികയാണ്. 31 നാഴികൾ. രാഹുകാലം 10 തൊട്ട് 12 വരെ ഉണ്ട് രാഹുകാലം. അതുകൊണ്ട് രാഹുകാലത്തിലൊന്നും തുടങ്ങിയില്ല. വെള്ളിയാഴ്ചയാണ്, നവമിയാണ്. പക്ഷേ വെള്ളിയാഴ്ചയും നവമിയും ഒരുമിച്ച് വരുന്നത് കൊണ്ട് അതൊരു നാശയോഗമെന്നും പറഞ്ഞൊരു യോഗം കാണുന്നുണ്ട്. വെള്ളിയാഴ്ച വേണോ വേണ്ടല്ലേ? ഞാൻ പറയാവേ, മുട്ടൂസം പറയാം. പിന്നെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച മകയിരം നക്ഷത്രമാണ്. ഞാൻ നോക്കിയാൽ പറയുന്നത് മകയിരം നക്ഷത്രം കണ്ടോ. ഞാനത് നോക്കി പറയാൻ തുടങ്ങുക. മകയിരം നക്ഷത്രമാണ് കണ്ടോ. ഇത് ഞാൻ പറയുന്നത് മകയിരം നക്ഷത്രമാണെന്ന്. അന്ന് പിന്നെ രാഹുകാലം എപ്പോഴാണെന്ന് ഞാൻ നോക്കി പറയാവേ. രാഹുകാലം അന്നേരം 4:30 തൊട്ട് 6:30 വരെ. രാഹുകാലം പ്രശ്നമില്ല. പിന്നെ അഭിജിത്ത് മുഹൂർത്തം 11:45 തൊട്ട് 12:15, 12:30 വരെയുണ്ട്. അതിനിടയ്ക്ക് കുഴപ്പമില്ല. അന്ന് ഏകാദശി നാളാണല്ലോ. അന്ന് ഏകാദശിയാണ് ഒരു നിധിയ. പിന്നെ നാള് മകയിരവുമാണ്. രവിവാരം ഞായറാഴ്ച ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒന്നും മുടക്കം പറഞ്ഞിട്ടില്ല. പിന്നെ അന്ന് തുടങ്ങാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കണം. അന്ന് തുടങ്ങുന്നതിന് നമ്മൾ എന്താണ് അന്ന് പറ്റുന്ന രാശിപ്പൊരുത്തമൊന്നും, അതൊക്കെ സ്ത്രീകളുടെ കാര്യത്തിലല്ലേ. അമൃതയോഗം 4:30 മുതൽ ഞാനിത് പറയുന്നത് ഞാൻ ഈ നാൾ പറയുകയാണേ. അതുകൊണ്ട് നിങ്ങളത് കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ ആ മുട്ടൂസനായത് പറയുന്നത്. അതുകൊണ്ട് അന്നത്തെ ദിവസം കുഴപ്പമില്ല. ഞായർ, ചൊവ്വ, വെള്ളി ആഴ്ചകളിലും കൊള്ളാവുന്നും കൊള്ളരുതെന്നൊക്കെ പറയുന്നുണ്ട് തുടങ്ങാൻ. ഞാനിനി പോയിട്ട് വരാം. എന്നാലും ഞായറാഴ്ച ഇവിടെ കൊള്ളിക്കാവുന്നതാണ് കാണുന്നത്. ഒരു പുതിയതായിട്ട് പ്രസ്ഥാനം തുടങ്ങാൻ ഞായറാഴ്ച കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് നോക്കണം. പിന്നെ ജോലി കിട്ടുമെന്നാണെങ്കിൽ അത് മറ്റേ ഇതുകൊണ്ട് നോക്കണം. ആരൂഢശാസ്ത്രം, രാശിനിലയൊക്കെ നോക്കി പറയണം. അത് കൂപം ഉള്ള സിദ്ധാന്തമാണ്. അതുകൊണ്ട് അതൊക്കെ നോക്കി നമുക്ക് ഞായറാഴ്ചയെന്ന് പറയാം.